നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 3 ക്ലോക്ക് വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ 4ാമത്തെ ക്ലോക്ക് വന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ക്ലോക്കിനകത്ത് നമുക്ക് എന്താണ് കിട്ടിയത്? ക്യൂ ഇവിടെ നമുക്ക് 1 കണ്ടീഷൻ ആയി. അപ്പൊ ഇവിടെ 2 1 കയറി വന്നു, ഇവിടെ ഒരു 1 അല്ലേ? അപ്പൊ നമുക്ക് ഇത് Q1 അല്ലാതെ Q1 നമുക്ക് 1 കിട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മള് ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തത്. ക്ലോക്ക് ഈക്വൽ ടു 1 കണ്ടീഷനിൽ എന്ത് സംഭവിച്ചു? ഇവിടെ എന്താ പറ്റിയത്? നമ്മള് ക്ലോക്ക് ഈക്വൽ ടു 1 കണ്ടീഷൻ കൊടുത്തപ്പം ഈ കറസ്പോണ്ടിങ് ഈ 1 എവിടെ കയറി വരും? Q2ന്റെ ഔട്ട്പുട്ടിൽ കയറി വരും. അപ്പൊ നമുക്ക് എന്ത് പറ്റി? Q2 1 ആയി. പക്ഷേ Q2 1 ആയപ്പോ ഇതിന്റെ തൊട്ട് പുറകെ എന്ത് കിടപ്പുണ്ട്? ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. ആ 1 എവിടെ വരും? Q1ന്റെ ഔട്ട്പുട്ടിൽ വരും. സോ Q1 1 ആയി. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് 1 1 1 1 നൽകുന്നില്ലേ? അപ്പൊ ഇതേ മൊമെന്റില് എന്ത് സംഭവിച്ചു? ഇതിവിടെ നിൽക്കട്ടെ. ഇതേ മൊമെന്റില് 1 സെക്കൻഡ്, ഇതേ മൊമെന്റില് ഇവിടെ ഒരു 3ാമത്തെ 1 ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് കയറി വരും. അപ്പൊ ഇതെന്തായി? ഇതും 1 ആയി അല്ലേ? സോ നമുക്ക് ഇതും 1 കിട്ടി, ഇതും 1 കിട്ടി, ഇതും 1 കിട്ടി. അപ്പൊ ഇതെന്താണ്? 0. ഇനി ഒരു 1 കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ ഡേറ്റ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇതാ ആ 1 ആണ് ഇത്. ഓക്കെ, അടുത്ത ക്ലോക്ക് ആയി. അപ്പൊ നെക്സ്റ്റ് ക്ലോക്ക് ഇവിടെ 1 കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഇതേപോലെ ഡിലേ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സെയിം പ്രൊസീജിയർ. അപ്പൊ ഇവിടെ 1 ആവും, ഇവിടെ 1 ആവും, ഇവിടെ 1 ആവും, ഇവിടെ 1 ആവും. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു 1 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 1 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രാമത്തെ ക്ലോക്കിലാണ് അല്ലെങ്കിൽ എത്ര ക്ലോക്ക് കഴിയുമ്പോഴാണ് എനിക്ക് ഔട്ട്പുട്ടിൽ ഈ 1 വ്യൂ ചെയ്യാൻ പറ്റുന്നത്? ഈ ഔട്ട്പുട്ടിൽ ഈ 1 വ്യൂ ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. 1 2 3 4. 4ാമത്തെ ക്ലോക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഔട്ട്പുട്ടിൽ ഈ പറയുന്ന 1 കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 1 1 1 1 അതായത് 1 1 1 1 ഫുൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അഗെയിൻ ഇതേപോലെ ഒരു 1 2 3 7ാമത്തെ ക്ലോക്ക് ഒക്കെ ആവും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം എത്ര ക്ലോക്കിലാണ് ഇത് ഫുൾ വ്യൂ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്ത്? ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഞാൻ മറ്റേ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇതാണ് എന്ത്? സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. 1 സെക്കൻഡ്. നെക്സ്റ്റ് ടോപ്പിക്, രണ്ടാമത്തത് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, ഇനി ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. നിങ്ങൾക്ക് ഇതേപോലെ ഇതിന് വേവ് ഫോം കൂടി വരയ്ക്കാൻ പറ്റും കേട്ടോ. വേവ് ഫോം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വൺ, സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാമല്ലോ. 4 ഇൻപുട്ട് ആണ്. ഞാൻ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരയ്ക്കും. 4 ബിറ്റ് ആണ്, 4 ഇൻപുട്ട് അല്ല, 4 ബിറ്റ് ആണ്. അപ്പൊ 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പൊ 4 ബിറ്റിനകത്ത് ഇത് വരച്ചു. ഇനി എനിക്ക് എന്ത് വേണം? നിങ്ങൾക്ക് നെയിം ചെയ്യാം. ഞാൻ നേരത്തെ കൂട്ട് തന്നെ D0 Q0. ഇനിയിപ്പൊ എനിക്ക് കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് പോവാ. D1 Q1 D2 Q2 D3 Q3. ശരിയായല്ലോ? ഇനി എന്ത് വേണം നമുക്ക്? ക്ലോക്ക്. ക്ലോക്ക് വരച്ചു. ഓക്കെ, ഇത് എങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ക്ലോക്ക് ആയല്ലോ. ഇനി എന്താണ്? സീരിയൽ ഇൻപുട്ട് ആണല്ലോ. അപ്പൊ ഞാൻ ഡേറ്റ ഇൻപുട്ട് സീരിയലി കൊടുക്കുകയാണ്. ഇതാണ് എന്ത്? DIN എന്ന് പറയുന്നത് ഡേറ്റ ഇൻപുട്ട് അല്ലേ? സോ ഡേറ്റ ഇൻപുട്ട് ഞാൻ ഇതിനെ ക്ലോസ് ആയിട്ട് അങ്ങ് കൊടുത്തു. ഇനി ആ ഡേറ്റ ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും. നേരത്തെ കൂട്ട് സീരിയൽ ആയിട്ട് തന്നെ എന്ത് വരും? ഈ ഡേറ്റ ഇൻപുട്ട് എല്ലാം കയറി വരും. D3യിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരും അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് എങ്ങനെയാണ്? പാരലലി. അതായത് Q0 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് Q0 അപ്പൊ തന്നെ വ്യൂ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു വയർ വെച്ചിട്ട് Q0 കാണും. ഓക്കെ, Q1 കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണണം. അവിടെ ഒരു വയർ ഇങ്ങോട്ട് വെച്ചിട്ട് Q1 കാണും. ഓക്കെ, അതേപോലെ Q2 ഇവിടെ ഒരു വയർ വെച്ചിട്ട് എന്ത് കാണും? Q2 കാണും. ഓക്കെ, സിമിലർലി ഇതെടുത്ത് ഇവിടെ ഒരു ഔട്ട്പുട്ട്
വയർ കൊടുത്തിട്ട് Q3 ആണ്. അപ്പൊ നമുക്ക് എത്ര ഔട്ട്പുട്ട് ആയി? Q3, Q2, Q1, Q0. ഓക്കെ. പിന്നെ നമുക്ക് ആ ക്ലോക്കും ഇതെല്ലാം കൂടി ഒന്ന് നോക്കാം. ക്ലോക്ക് ഇത് ഡേറ്റ ഇൻപുട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നു Dന്. ഓക്കെ. പിന്നെ നമുക്ക് Q3, Q2, Q1, Q0. ഓക്കെ. അപ്പൊ ഞാൻ ഇനീഷ്യലി എല്ലാം റീസെറ്റ് നേരത്തെ കൂട്ട് എല്ലാം ക്ലിയർഡ് ആയിരിക്കുന്ന കണ്ടീഷൻ. ഇനി ഞാൻ ക്ലോക്ക് കൊടുത്തു. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് 1001 ആണെന്ന് വെച്ചു. ഓക്കെ. അപ്പൊ എന്ത് സംഭവിച്ചു? Dനില് ഞാൻ 1 കൊടുത്തു. Dനില് ഈ 1 ആദ്യത്തെ 1 കയറി വന്നു. ഓക്കെ. അപ്പോ ഇനിഷ്യലി ഇതെന്താണ് ഔട്ട്പുട്ട്? ഇപ്പോഴും 0000 നിൽക്കുകയാണ്. ഇനി അടുത്ത ക്ലോക്ക് വരുമ്പോഴത്തേക്കും ഈ 1 എവിടെ കയറി വരും? Q0 1. അപ്പൊ Q0 നമ്മൾ ഇവിടുന്ന് കാണുമല്ലോ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായി? 1 ആയി. സോ Q0 എന്തായി? Q0 1 വന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്തെങ്കിലും കയറി വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തായി? 0. ഓക്കെ. നമുക്ക് അപ്പൊ തന്നെ എന്ത് വ്യൂ ചെയ്യാൻ പറ്റി? Q0 വ്യൂ ചെയ്യാൻ പറ്റി. നേരത്തെ കേസിൽ എന്താണ്? ഇത് Q3യുടെ വെളിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ഓരോ സ്റ്റേജും ഇവിടുന്ന് ഇങ്ങനെ കയറി റിപ്ലൈ ചെയ്ത് ഇവിടെ എത്തണമായിരുന്നു. ഇപ്പൊ ആ സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അങ്ങ് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത്രയും ക്ലോക്ക് പൾസ് നമുക്ക് എന്ത് ചെയ്യേണ്ട? വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ക്ലോക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജും എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത്? സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് കൂടെ നോക്കാം. ഓക്കെ. ഓക്കെ. മൂന്നാമത്തത് പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ PIPO. ഓക്കെ. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഫോം ചെയ്യാലോ. ഇപ്പൊ നമുക്ക് ഏകദേശം സീരിയൽ ഇൻപുട്ട് എന്താണ്, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് എന്താണ്, സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് എന്താന്നുള്ളത് മനസ്സിലായി. അപ്പൊ പാരലൽ ഇൻപുട്ട് എങ്ങനെ വരുമായിരിക്കും? നമുക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് വരയ്ക്കാം. ഡസൻ മാറ്റർ. സീരിയൽ അല്ലല്ലോ, പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ആണ്. അപ്പൊ D0, Q0, D1, Q1, D2, Q2, D3, Q3. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, 3, 4. എനിക്ക് എന്ത് കൊടുക്കാം? ക്ലോക്ക് കൊടുക്കാം. ക്ലോക്ക് എല്ലാം കണക്ട് ചെയ്യുക. ക്ലോക്ക് കണക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ക്ലോക്ക് ഒന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? ക്ലോക്കും കൊടുത്തു. ഇനി എന്താണ്? പാരലൽ ആയിട്ട് ഡേറ്റ കൊടുക്കുമല്ലേ? പാരലൽ ഡേറ്റ ഇൻപുട്ട് അല്ലേ? ഇവിടെ എനിക്ക് ഞാൻ സപ്പോസ് കൊടുക്കുന്ന ഡേറ്റ ABCD എന്ന് പറയുന്ന ഒരു ഡേറ്റ ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചോ. ABCD. ഓക്കെ. ഞാൻ ഇവിടെ A കൊടുത്തു. ഇനി അടുത്ത ഡേറ്റയിൽ B കൊടുത്തു. അടുത്ത D2 C കൊടുത്തു. D3 എന്ത് കൊടുത്തു? D കൊടുത്തു. അപ്പൊ പാരലൽ ആയിട്ടുള്ള ഇൻപുട്ട് ആയല്ലോ. ഇത്രയും കൊടുത്തു. ഇനി എന്താണ്? ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഓക്കെ. ഔട്ട്പുട്ട് എടുക്കുന്നത് സപ്പോസ് ഈ Q0 വെച്ചിട്ടാണ്. ഇവിടെയാണ്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഇൻപുട്ട് കൊടുത്തോണ്ട്, അതായത് ഈ സെഷൻസ് എല്ലാം ഇൻപുട്ട് ആയത് കാരണം ഞാൻ ഔട്ട്പുട്ടിനെ ഈ സെഷനിലേക്ക് എടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതാ ഔട്ട്പുട്ട് ഞാൻ Q0 എന്നെടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്തു. ദിസ് ഇസ് ഔട്ട്പുട്ട്. Q1, Q2 and Q3. ഇത്രയാണ് എന്ത്? നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഇതെന്താണ്? പാരലൽ ഔട്ട്പുട്ട് ആണ്. ഓക്കെ. ഇതെന്താണ്? പാരലൽ ഇൻപുട്ട് ആണ്. ക്ലിയർ ആയോ? ഇത്രയാണ് എന്ത്? പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ? ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. ഏതാണ്? പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അതുകൂടി നോക്കാം. Fourth one, parallel input serial output shift register. ഇത് ഒരു പൊടിക്ക് കോംപ്ലിക്കേറ്റഡ് വരയ്ക്കാൻ ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്.
നോക്കിക്കോണം. ഇതാണ് ഫസ്റ്റ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതെല്ലാം 4 ബിറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ എല്ലാം 4 ബിറ്റ് തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് എടുത്തു. ഇനി ഇത് നമുക്ക് D0 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും DA എടുക്കുവാണെങ്കിൽ QA. ഇത് A എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ്. അടുത്ത് DB QB, B ഫ്ലിപ്പ് ഫ്ലോപ്പ്, DC QC, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് DD QD, D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം. കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം നമുക്ക് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ കാണുന്ന G4ഉം G1ഉം G5ഉം G2ഉം അതായത് ഓർഡറിൽ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ G1, G2, G3, G4, G5, G6. ഓക്കെ, ഇത്രയും NAND ഗേറ്റ്സ് അവൈലബിൾ ആണ്. അതിനെ നമ്മൾ OR ചെയ്ത് OR ഗേറ്റ്സ് വഴിയാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? DB, DC ആൻഡ് DD കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നമുക്കൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഷിഫ്റ്റ് ബാർ ലോഡ് /ലോഡ് ബാർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് വഴിയാണ് നമ്മൾ എന്തെടുക്കുന്നത്? പാരലൽ ആയിട്ടുള്ള പാരലൽ ഡേറ്റ ഇൻപുട്ട് അല്ലേ? സോ പാരലൽ ഡേറ്റ ഇൻപുട്ട് നമ്മൾ ലോഡ് വഴിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഏത് വഴിയായിട്ടാണ്? ലോഡ് വഴിയായിട്ട്, അല്ലെങ്കിൽ ഷിഫ്റ്റ് /ലോഡ് ബാർ എന്ന് പറയുന്നതിനകത്ത് ലോഡ് വഴി നമ്മൾ എന്ത് ചെയ്യും? പാരലൽ ഇൻപുട്ട് എടുക്കും. ഇനി ഷിഫ്റ്റ് എന്തിനാ വേണ്ടിയിട്ടാണ്? സീരിയൽ ആയിട്ട്, അതായത് പാരലൽ ആയിട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യണം, സീരിയൽ ആയിട്ട് ഡേറ്റ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ സീരിയൽ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് അതിനകത്തുള്ള ഷിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിനകത്ത് നമുക്കൊരു മോഡ് കൺട്രോൾ ഉണ്ട്. ഇതാണ് ആ മോഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതെന്താണ്? ഷിഫ്റ്റ്/ലോഡ് ബാർ ആണ്. When shift/ലോഡ് ബാർ equal to 0, അപ്പൊ ഇത് 0 അല്ലേ? അപ്പൊ ഇതെന്തായി? 1 ആയി അല്ലേ? ഇത് 0 ആകുമ്പോ ഇത് 1. ഇത് 0 ആണെങ്കിൽ എങ്ങോട്ടൊക്കെ 0? ഇത് ഇവിടെ 1 വരും അല്ലേ? ഇവിടെ ഏതൊക്കെ ഗേറ്റ്സ് നമുക്ക് എന്താവും? എനേബിൾ ആവും, ഡിസേബിൾ ആവും എന്ന് നോക്കാം. ഷിഫ്റ്റ്/ലോഡ് ബാർ ഈക്വൽ ടു 0 കണ്ടീഷനിൽ ഈ 0 ഇവിടെ വരുമല്ലോ. 0 G4 വരും. G4 വന്നു കഴിഞ്ഞാൽ G4 ഓൺ ആണോ ഓഫ് ആണോ? G4 എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അതിന്റെ ഇൻപുട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ആയി പോകും. ഈ സീറോ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓപ്ഷൻ ഇല്ല. G1ൽ എന്ത് വരും? ഇവിടെ കണക്റ്റഡ്, സോ 1 വരും. അപ്പൊ ഇനി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? G1 Bനെ ഡിപ്പെൻഡ് ചെയ്യും. B 1 ആണെങ്കിൽ അത് ഇങ്ങോട്ട് കയറി വരും. B 0 ആണെങ്കിൽ B ഇങ്ങോട്ട് കയറി വരും. ശരിയല്ലേ? അപ്പൊ G1 ഓൺ ആയി. ഇനി നെക്സ്റ്റ് ഇവിടെ എടുക്കുവാണെങ്കിൽ 0 ഇവിടെ 0 ഈ ലൈനിൽ വരും. 0 G5 വന്നു കഴിഞ്ഞാൽ G5 എന്തായി? ഓഫ് ആയി. അതേപോലെ വേറെ ഏതാണ് ഓഫ് ആവുന്നത്? G6ഉം ഓഫ് ആയി അല്ലേ? അപ്പൊ G1, G2, G3 ഷിഫ്റ്റ്/ലോഡ് ബാർ 0 ആവുന്ന സമയത്ത് എന്താവും? എനേബിൾ ആവും. G1, G2 ആൻഡ് G3 ഗേറ്റ്സ് എന്തായി? എനേബിൾഡ് ആയി. എന്താണ്? എനേബിൾഡ് ആയി. ഏതൊക്കെ ഡിസേബിൾഡ് ആയി? G4, G5 ആൻഡ് G6 എന്തായി? ഡിസേബിൾഡ് ആയി. ഓക്കെ, ഇനി ഷിഫ്റ്റ്/ലോഡ് ബാർ നമ്മൾ 1 ആക്കുന്ന കണ്ടീഷൻ. ഓക്കെ, ഇത് 1 ആക്കുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? നേരെ റിവേഴ്സ് ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായി? ഇത് രണ്ടും ഇത് ശരിയാവില്ല. ഇത് 1 ആയി, ഇവിടെ എന്തായി? 0 ആയി. അപ്പൊ ഇത് 0 ആണെങ്കിൽ ഇങ്ങോട്ട് ഒന്നും വരത്തില്ല. അപ്പൊ ഈ 1 ഇങ്ങോട്ട് കയറി വരും. സോ ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? QAനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പൊ Q4 ഓൺ ആയി. ഇത് 0 ആണ്. 0 ഇങ്ങോട്ട് കയറി വരുമല്ലോ. ഇത് ഓഫ് ആയി അല്ലേ? അതേപോലെ ഓരോന്ന് നോക്കിയേ. G1, G2, G3 ഡിസേബിൾ ആവും. G4, G5, G6 എന്താവും? എനേബിൾ ആവും. ഇതിന്റെ റിവേഴ്സ് കണ്ടീഷൻ
G1, G2, G3 എന്തായി? O5, G4, G5 and G6 എന്തായി? On ആയി. Okay. So ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ these are the four input lines, that is A, B, C, D. Parallel ആയിട്ട് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 ഇൻപുട്ട് ലൈൻസ് ആണ്. അതിനകത്ത് കൺട്രോൾ ഇൻപുട്ട് അല്ലെങ്കിൽ മോഡ് ഇൻപുട്ട് മോഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ്? ഷിഫ്റ്റ്/ലോഡ് ബാർ ആണ്. അതെന്ത് ചെയ്യും? ഡേറ്റനെ ഒന്നിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, എപ്പോഴാണോ ഷിഫ്റ്റ്/ലോഡ് ബാർ 0 ആവുന്നത് ആ സമയത്ത് ഗേറ്റ്സ് 1, 2 and 3 G1, G2, G3 എന്തായി? എനേബിൾ ആയി. ബാക്കി G4, 5 and 6 എന്തായി? ഡിസേബിൾ ആയി. ഓക്കെ, ഇനി തിരിച്ചാവുന്ന കണ്ടീഷനിൽ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ നടക്കും. ഇങ്ങനെയാണ് ഒരു പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഓരോ കണ്ടീഷൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം നിങ്ങൾ റിട്ടേൺ ആയിട്ട് when shift/load bar equal to 0, അപ്പൊ G1 വരുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്, G2 വരുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്, അപ്പൊ G1, G2 ഓൺ ആവോ ഓഫ് ആവോ, അതേപോലെ ബാക്കിയുള്ള കേസ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എഴുതാനായിട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് വരച്ചേക്കുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? JKയും SRും വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, ഞാൻ ഓൾറെഡി ഇതിന്റെ കൺവേർഷൻസ് D to JK അല്ലെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് JKയിലേക്കും അതേ അല്ലെങ്കിൽ SRലേക്കും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ വേണമെങ്കിൽ ആ കൺവേർഷൻസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ടേംസ് അല്ലെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ JKനെ നമ്മൾ ഡിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തില്ലേ, അപ്പൊ ആ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്ത് വേണമെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ. ക്ലിയർ ആയല്ലോ?